ഇത് നമ്മുടെ അബിയു ചെടിയാണ്. 2 അബിയു ചെടിയാണ്. ഇതിൽ ഇപ്രാവശ്യമൊക്കെ 2ാമത്തെ സീസൺ തുടങ്ങി. കുറച്ചെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ചെണ്ണം പഴുത്തിനെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് കുറച്ചെണ്ണം പറിച്ചേക്കാന്നുള്ള ഇതിലാണ്. 5-8 ഇതിൽ തന്നെ പഴുത്ത് നിൽപ്പുണ്ട്. നല്ല മഞ്ഞക്കളറായത് പറിക്കാം. ഹൈറ്റുള്ളത് നമുക്ക് തോട്ടിയൊക്കെ പറിക്കാൻ പറ്റുമോ? ഇപ്പം തോട്ടിക്ക് കിട്ടുമോ നോക്കട്ടെ. ഒരെണ്ണം വീഴും. 1 ഇത് പറിച്ചേക്കാം അല്ലേ? 2 ഇത് 2 ഇത് ഏതാ വേണ്ടത്? ഇവിടെയൊക്കെ ഉൾക്കൊണ്ടതാ. ഇതാ ചായച്ച കിട്ടുമോ? 2 ചായച്ച ചിലപ്പോൾ പറിക്കാൻ കിട്ടിയപ്പോൾ നമ്മുടെ കൂടെ പച്ചകളുണ്ട്. പഴം വീണു പോയി. എല്ലാം പഴുത്ത് കേട്ടോ നന്നായിട്ട്. ഇനിയുണ്ട്. 4 അതേ മതി. ഇതേതൊരു പഴുപ്പ് കിടപ്പുണ്ട്. എല്ലാം പറിക്കല്ലേ? ഷെൽഫ് ലീഡ് കുറഞ്ഞ പഴമാണ്. എല്ലാം കൂടെ പറിച്ചാൽ അവിടെ നിന്ന് ഒരെണ്ണം കൈ കൊണ്ട് പറിക്കാം. ഇത് 2 ദിവസം കൂടെ നോക്കാം. കുറച്ചുകൂടെ പച്ച ബാക്കിയുണ്ട്. പറിച്ചേക്കാം. അതും കുറച്ച് കളറ്. നിങ്ങൾ 5 പോരെ? ഇവിടെയുണ്ട്. അവിടെയെല്ലാം പഴുത്ത് നിൽപ്പുണ്ട്. 2 അബിയു ചെടിയാണ് ഉള്ളത്. മറ്റേ ചെടിയിൽ നിൽപ്പുണ്ട്. അതൊന്ന് നോക്കിയാലോ? വരൂ. 1 2 3 4 5 കയറിപ്പം പറിച്ചു നമ്മൾ. നീറൊക്കെ ഉണ്ട്. 5 പറിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 കൂടെ പറിക്കാൻ നിൽപ്പുണ്ട്. അതായത് ഈ അബിയുവിലും ഉണ്ട് പറിക്കാൻ. ഇതേപോലെ ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ പറിക്കുന്നോ? ഒരെണ്ണം അതാ പഴുത്ത് കിടക്കുന്നു. ഈ അബിയൂരൊക്കെ താഴെയൊക്കെ ഇതാ എന്തെങ്കിലും ഒരു 3-4 ദിവസം കൂടെ ഒക്കെ നിൽക്കണോളൂ. ഇത് കണ്ടില്ലേ? 2 അബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ കുറേ കായ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ചില വേണേൽ ഒരെണ്ണം പറിക്കാം. വേണോ? വേണ്ട, നാളെ പറിക്കാം. എന്നാൽ ഇന്ന് ഇത് മതി. ഓക്കെ. ഇനി